Hi everyone, welcome to our maths class. In previous classes, we start our third chapter, polygons. In this chapter, we studied inner angles and the relation between inner angle and outer angle in a vertex. അല്ലേ, നമ്മൾ എന്താണ് ഈ ചാപ്റ്റർ പഠിച്ചത്? ഏതൊരു പോളിഗണിൻ്റെയും സം ഓഫ് ആംഗിൾസ്, ഇന്നർ ആംഗിളിന്റെ സം പഠിച്ചു. പിന്നെയോ ഏതൊരു പോളിഗണിന്റെയും ഏതെങ്കിലും ഒരു വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിളിന്റെയും റിലേഷനും പഠിച്ചു അല്ലേ. പിന്നെ എന്താണ്, നമ്മളതിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അത് നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിൽ 5th ക്വസ്റ്റ്യൻ മിസ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു 5th ക്വസ്റ്റ്യൻ? In any triangle, the outer angle in a vertex equal to the sum of inner angles in other vertices. എന്തായിരുന്നു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആക്ടിവിറ്റി ആണ്. എന്താണ്, ഏതൊരു ട്രയാങ്കിളിൻ്റെയും വെർട്ടെക്സിലെ ഔട്ടർ ആംഗിള് എന്താണ് മറ്റ് രണ്ട് വെർട്ടിസസിലെ ഇന്നർ ആംഗിൾ സമ്മിന് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾ, ഏതെങ്കിലും ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ, നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു, ട്രയാങ്കിളിന് ABC എന്ന് നെയിം കൊടുത്തു. അതിൻ്റെ ഔട്ടർ ആംഗിൾ, ഏതെങ്കിലും ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ, അതായത് നമുക്ക് C എന്ന വെർട്ടെക്സിലെ ഒരു ഔട്ടർ ആംഗിൾ എടുക്കാം. ആ ഔട്ടർ ആംഗിൾ അതിൻ്റെ അതർ വെർട്ടിസസിലെ ഇന്നർ സമ്മിന് ഈക്വൽ ആണെന്നാണ് പ്രൂവ്. അതർ വെർട്ടിസസ് ഏതൊക്കെയാണ്? ബിയും എയും. അതിൻ്റെ ഇന്നർ ആംഗിൾസിന് ആംഗിൾ BACയും ആംഗിൾ ABCയും. അവയുടെ സമ്മിന് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? D എന്ന് നെയിം കൊടുക്കാം. അപ്പോൾ ഈ ആംഗിൾ, ഔട്ടർ ആംഗിളിൻ്റെ നെയിം എന്താണ്? ആംഗിൾ ACD. ഈ ആംഗിൾ ACD എന്തിന് ഈക്വലാണ് പ്രൂവ് ചെയ്യേണ്ടത്? മറ്റ് രണ്ട് വെർട്ടിസസിലെ ആംഗിൾസിൻ്റെ സമ്മിന്. അതായത് ഈ ആംഗിൾ ഏതാണ്? ആംഗിൾ ABC പ്ലസ് ഏതാണ്? ഈ വെർട്ടിസിലെ ഏതാണ്? BAC പ്ലസ് ആംഗിൾ BAC. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യുക? ഇതിലോട്ടാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ പ്രൂവ് ചെയ്യാൻ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മളത് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് C എന്ന വെർട്ടെക്സിലാണ് നമ്മൾ ഔട്ടർ ആംഗിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ C എന്ന വെർട്ടെക്സിൽ നിന്നും ഈ ട്രയാങ്കിളിൻ്റെ AB എന്ന സൈഡിന് പാരലലായിട്ട് ഒരു ലൈൻ വരക്കുക. ക്ലിയർ ആയോ? BA എന്ന സൈഡിന് പാരലലായിട്ട് C എന്ന വെർട്ടെക്സിൽ കൂടി ഒരു ലൈന്, പാരലൽ ലൈന് വരക്കുക. അതിന് നമ്മൾ E എന്ന് നെയിം കൊടുത്തു. അപ്പോൾ CE എന്ന ലൈന് BA എന്ന ലൈനിന് പാരലലാണ്. എന്താണ്? AB ഈസ് പാരലൽ ടു CE. എന്താണ്? AB എന്ന ട്രയാങ്കിളിന്റെ സൈഡിന് പാരലായിട്ട് C എന്ന വെർട്ടെക്സിൽ നിന്നും ഒരു ലൈന് വരച്ചു. അതാണ് എന്ത്? CE അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ഈ CD എന്ന ആംഗിൾ എന്തായി? രണ്ടായി മാറി അല്ലേ. ഈ ലൈന് വരച്ചപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു ആംഗിൾ കിട്ടി. ആ ആംഗിൾ ഏതാണ്? ACE എന്ന ആംഗിളാണ് അല്ലേ. ആംഗിൾ ACE. നമുക്ക് പുതുതായി കിട്ടിയ ആംഗിൾ ഏതാണ്? ആംഗിൾ ACE. പിന്നെ മറ്റൊരു ആംഗിൾ കൂടെ കിട്ടി. അതായത് ആംഗിൾ ACDയെ രണ്ട് ആംഗിൾ ആക്കി മാറ്റി. ഏതൊക്കെ ആംഗിളാണ്? ECD ആൻഡ് ECD അല്ലേ. അതെന്താണ്? ആ രണ്ട് ആംഗിളും എവിടുന്നാണ് നമുക്ക് കിട്ടിയത്? ഈ ACD എന്ന ആംഗിളിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ലൈന് പോയിട്ടുള്ളത്. അപ്പോൾ രണ്ട് ആംഗിൾസ് ആയിട്ട് മാറി. അതായത് എന്താണ്? ആംഗിൾ ACD ഈക്വൽ ടു എന്താണ്? ആംഗിൾ ACD എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിളിൻ്റെ സമ്മാണ് അല്ലേ. ആംഗിൾ ACD ഈക്വൽ ടു എന്താണ്? ആംഗിൾ ACE പ്ലസ് എന്താണ്? ആംഗിൾ ECD ആണ് അല്ലേ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അതായത് നമ്മൾ പുതുതായി കിട്ടിയ രണ്ട് ആംഗിൾസ് ആണ് ആംഗിൾ ACEയും ആംഗിൾ ECDയും. അവ രണ്ടും കൂടി ചേർന്നതാണ് എന്ത്? ആംഗിൾ ACD. ഈ ആംഗിൾ ACD എന്ന് പറഞ്ഞാണ് നമ്മൾ പറഞ്ഞ ഈ C എന്ന വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ. ഇനി ഇതെന്താണ്? ഇപ്പം നമുക്ക് കിട്ടി ഇത് ACD എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ ഒരു ഫോം കിട്ടി. ഇത് എന്തിന് ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. വേണ്ട പ്രൂഫ് അതാണ്. അവിടെ എത്തിയിട്ടുണ്ടോ? അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി എന്താ വേണ്ടത്? നമുക്ക് കിട്ടിയ ആംഗിൾ എടുക്കുക. അതായത് ആംഗിൾ ACE എന്ന ആംഗിൾ എടുക്കുക. ആംഗിൾ ACE. ആ ആംഗിളും ഈ ആംഗിൾ, അതായത് ഏതാണ്? ഈ പിന്നെ
എ എന്ന വെർട്ടെക്സിലുള്ള ആംഗിളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഇതേ, അതായത് ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? റിലേഷൻ ഉണ്ടോ? ഈ രണ്ട് ആംഗിൾസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? എന്താണ്? ബി എ എന്ന ലൈനിനെയും സി ഇ എന്ന ലൈൻ, അതായത് ആ രണ്ട് പാരലൽ ലൈൻസിനെയും എ സി എന്ന ലൈൻ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് ഇന്നർ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. എന്താണ്? രണ്ട് പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇവ രണ്ടും. അങ്ങനെ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണെങ്കിൽ അവയ്ക്ക് എന്തായിരിക്കും പ്രത്യേകത? അവ രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ എന്താണ്? ആംഗിൾ എ സി ഇ, ആംഗിൾ ബി എ സി ആർ ഇന്നർ ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെ? ഇടി മായ്ച്ച് മിസ് ഇവിടെ എഴുതുന്നുണ്ട്. ആംഗിൾ അല്ലെ? രണ്ട് ഇന്നർ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. എപ്പോ? ബി എ എന്ന ലൈനും ബി ഇ എന്ന ലൈനും എന്താണ്? രണ്ട് പാരലൽ ലൈൻസ്, അതായത് ടു പാരലൽ ലൈൻസ് ബി ആൻഡ് സി ഇ മീറ്റ് ദ ലൈൻ എ സി. എപ്പോഴാണ് ബി എ എന്ന സി ഇ എന്നും പാരലൽ ലൈൻസ് എ സി എ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് എ സി ഇ ആൻഡ് ബി എ സി. Therefore, ആംഗിൾ എ സി ഇ ഈക്വൽ ടു ആംഗിൾ ബി. ഇനി നമുക്ക് പുതുതായി കിട്ടിയ മറ്റൊരു ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഇ സി ഡി. ആ ആംഗിളും പിന്നെന്താണ്? ഇവിടെയുള്ള നമ്മൾ ബി എന്ന വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നോക്കൂ. എന്താണ്? നമുക്കതിനൊന്ന് ഈ പിക്ചറിന്റെ ഒന്ന് മാറ്റി വരക്കാം. അതായത് എന്താണ്? രണ്ട് പാരലൽ ലൈൻസ്, അതിനെ ബി ഡി എന്ന ഒരു ലൈന് മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കറസ്പോണ്ടന്റ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിക്ചറിനെ ഒന്ന് ഇങ്ങോട്ട് എടുത്ത് വരക്കുന്നുണ്ട്. എന്താണ്? ആംഗിൾ ലൈൻ ബി എയും പിന്നെന്താണ്? പാരലൽ ലൈൻ ഏതാണ്? ബി എക്ക് പാരലൽ ആയിട്ടുള്ള ലൈൻ ഏതായിരുന്നു? സി ഇയും അല്ലെ? അത് മിസ് ഒന്ന് ഇങ്ങോട്ട് എടുത്ത് വരക്കുന്നുണ്ട്. അതിനേതാണ്? ബി ഡി എന്ന ലൈന് മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏതൊക്കെയാണ് ആംഗിൾസ്? ഈ ആംഗിളും പിന്നെ ഏതായിരുന്നു? ഈ ആംഗിൾ അല്ലേ? അതായത് സി ഇ എന്ന ലൈന് ബി ഡി എന്ന ലൈനും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ഈ ആംഗിൾ അല്ലെ? ആ ആംഗിൾ അതെന്താണ്? അത് രണ്ടും എന്താണ്? കറസ്പോണ്ടന്റ് ആംഗിൾസ്. കറസ്പോണ്ടന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെയർ പാരലൽ ലൈനെ മറ്റൊരു ലൈന് മീറ്റ് ചെയ്യും കിട്ടുന്ന ആംഗിൾസ്. എന്താണ്? ഇവിടെയും വരുന്ന ആംഗിൾസ്, അതിനെയാണ് കറസ്പോണ്ടന്റ് ആംഗിൾസ് എന്ന് പറയാം. അറിയില്ലേ? കറസ്പോണ്ടന്റ് ആംഗിൾസ്, ആൾട്ടർനേറ്റ് ആംഗിൾസ്, ഇതൊക്കെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് മുൻ ക്ലാസ്സുകളിൽ. അപ്പൊ ഈ കറസ്പോണ്ടന്റ് ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? ഏതൊക്കെ ആംഗിൾസ് ആണ്? ആംഗിൾ എ ബി സി ആൻഡ് ആംഗിൾ ഏതാണ്? ആംഗിൾ ഇ സി ഡി. അവ രണ്ടും എന്താണ്? കറസ്പോണ്ടന്റ് ആംഗിൾസ്. എപ്പോ? ടു പാരലൽ ലൈൻസ് ബി എ ആൻഡ് സി ഇ മീറ്റ് ദ ലൈൻ ബി ഡി. എന്താണ്? അപ്പോൾ കിട്ടുന്ന കറസ്പോണ്ടന്റ് ആംഗിൾസ് ആണ് എന്ത്? എ ബി സിയും ഇ സി ഡിയും. അപ്പൊ അവയുടെ കറസ്പോണ്ടന്റ് ആംഗിൾസിന്റെ എന്താണ്? അവ രണ്ടും ഈക്വൽ ആയിരിക്കും. Therefore, ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ഇ സി ഡി. ക്ലിയർ ആയോ? എ ബി സി ഈക്വൽ ടു ആംഗിൾ ഇ സി ഡി. അപ്പൊ എന്താണ്? ആംഗിൾ എ സി ഇ ഈക്വൽ ടു ആംഗിൾ ബി എ സി, ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ഇ സി ഡി എന്ന് കിട്ടി. ഇനി എന്താണ്? ഈ ആംഗിൾ എ സി ഇയും ആംഗിൾ എ ബി സിയും കൂടെ ചേർന്നാൽ ഏത് ആംഗിളാണ് നമ്മൾ മുന്നേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്? എന്താണ്? ആംഗിൾ എ സി ഇ ആംഗിൾ എന്താണ്? ഇ സി ഡി അല്ലെ? ആംഗിൾ ഇ സി ഈക്വൽ ടു എന്ത് എഴുതിയിട്ടുണ്ട്? നമ്മള് ആംഗിൾ എ സി ഡി എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നമുക്ക് പുതുതായിട്ട് കിട്ടിയ ആംഗിൾ ഏതാണ്? ആംഗിൾ ഇ സി ഡി അല്ലെ? ആംഗിൾ ഇ സി ഡി ഈക്വൽ ടു എന്താണ്? ഈ ആംഗിൾ ബി എന്ന വെർട്ടെക്സിലെ ആംഗിൾ എ ബി സിയും ഈക്വൽ ആണ്. അവ രണ്ടും കറസ്പോണ്ടന്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് അവ രണ്ടും ഈക്വൽ ആണ്. ഇവിടെ നോക്കൂ, ആംഗിൾ എ സി ഇയും ആംഗിൾ ഇ സി ഡിയും ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്? ആംഗിൾ എ സി ഡി ആണ് അല്ലേ? അതായത് ആംഗിൾ എ സി ഇ പ്ലസ് ആംഗിൾ ഇ സി ഡി എന്തായിരിക്കും? അപ്പോ ആംഗിൾ എ സി ഇ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബി എ സി ആണ് അല്ലേ? ആംഗിൾ ബി എ സി ആണ്. പിന്നെ പ്ലസ് ആംഗിൾ ഇ സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഇ സി ഡിക്ക് പകരം എന്ത് എഴുതാം? ആംഗിൾ എ ബി സി എന്ന് എഴുതാം
അല്ലേ? എന്താണ് ഇവിടെ ആംഗിൾ എ സി ഇ ഈക്വൽ ടു ആംഗിൾ ബി എ സി കിട്ടി, ആംഗിൾ ഇ സി ഡി ഈക്വൽ ടു ആംഗിൾ എ ബി സി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? ആംഗിൾ എ സി ഇ പ്ലസ് ആംഗിൾ ഇ സി ഡി എന്ത് തന്നെ ആയിരിക്കും? ഇവ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ ബി എ സി പ്ലസ് ആംഗിൾ എ ബി സി എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവയുടെ രണ്ടിൻ്റെയും സം എന്താണ്? ഈ രണ്ട് ആംഗിൾസ് ചേർന്ന ആംഗിൾ ഏതാണ്? ഈ വലിയ ആംഗിൾ ആണ്. അത് നമ്മളിവിടെ എഴുതി വെച്ചിരുന്ന ആംഗിൾ എ സി ഡി ഈക്വൽ ടു എന്താണ്? ആംഗിൾ എ ഇ പ്ലസ് ആംഗിൾ ഇ സി ഡി. കണ്ടോ? അതെന്താണ്? ആംഗിൾ എ സി ഡി ആണ് അല്ലേ? ആംഗിൾ എ സി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? ഇവിടെ രണ്ടിൻ്റെയും സം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് ആംഗിളിൻ്റെയും സമ്മാണ്. ആംഗിൾ ബി എ സി പ്ലസ് ആംഗിൾ എ ബി സി. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എവിടെ എത്തി? നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ എ സി ഡി ദാറ്റ് ഈസ് ഈ ഔട്ടർ ആംഗിൾ ഈക്വൽ ടു എന്താണ്? ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ബി എ സി ദാറ്റ് ഈസ് ഈ രണ്ട് വെർട്ടെക്സിലെയും ആംഗിൾസിന്റെ സം. അതായിരുന്നില്ലേ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്? അവിടെ എത്തിയോ നമ്മൾ? നോക്കൂ, ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ ബി എ സി പ്ലസ് ആംഗിൾ എ ബി സി അല്ലേ? ആ പ്രൂഫിലോട്ട് എത്തി. ദാറ്റ് ഈസ് എന്താണ്? ഇപ്പൊ എന്താ നമ്മൾ പ്രൂവ് ചെയ്തത്? ഒരു ട്രയാങ്കിളിലെ, അതായത് എ ബി സി എന്ന ട്രയാങ്കിളിലെ സി എന്ന വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിള് അതിൻ്റെ മറ്റ് രണ്ട് വെർട്ടീസസ് ആയ എയിലെയും ബിയിലെയും ഇന്നർ ആംഗിൾസിൻ്റെ സമ്മാണെന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത് അല്ലേ? അപ്പം മിസ് ഇത് ഇറേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എഴുതിയെടുക്കണേ. അപ്പോൾ ഇപ്പം നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്? ഇൻ ട്രയാങ്കിൾ എ ബി സി എന്തായിരുന്നു പ്രൂവ് ചെയ്തത്? മിസ് ഈ പിക്ചർ ഒന്നും കൂടെ ഇവിടെ വരക്കുന്നുണ്ട്. ഇൻ ട്രയാങ്കിൾ എ ബി സി നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്? പ്രൂവ് ചെയ്ത് എന്താണ്? ഈ ആംഗിള് ഈ ആംഗിൾസിന്റെ സമ്മാണെന്നാണ് പ്രൂവ് ചെയ്തത്. അതായത് എന്താണ്? ഇൻ ട്രയാങ്കിൾ എ ബി സി ദ ഔട്ടർ ആംഗിൾ അറ്റ് ദ വെർട്ടെക്സ് C is equal to എന്താണ്? വെർട്ടെക്സ് C is equal to എന്താണ് നമ്മൾ പ്രൂവ് ചെയ്തത്? The sum of the angles, the inner angles, sum of the inner angles at this A and B അല്ലേ? അതല്ലേ ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തത്. അതായത് ട്രയാങ്കിൾ എ ബി സിയിലെ സി എന്ന വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിള് എന്തിന് ഈക്വൽ ആണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ് അറ്റ് ദ വെർട്ടിസസ് എ ആൻഡ് ബി അല്ലേ? ഇനി നമ്മുടെ അടുത്ത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ എ ബി സിയുടെ കേസാണ് എടുത്തത്. നമ്മളടുത്ത് എന്തായിരുന്നു? ഏതൊരു ട്രയാങ്കിളിൻ്റെയും എന്താണ് ഔട്ടർ ആംഗിള് എന്താണ്? ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിള് മറ്റ് രണ്ട് വെർട്ടിസസിലെ ഇന്നർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആണോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അതെല്ലാം ഇപ്പോൾ ഇവിടെ കിട്ടിയത്. എ ബി സി എന്നൊരു ട്രയാങ്കിൾ എടുത്തപ്പോൾ നമുക്കത് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore any triangle, therefore in any triangle the outer angle at one vertex എന്താണ്? ഏതെങ്കിലും ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ to the sum of inner angles at other vertices. എന്താണ്? ഏതൊരു ട്രയാങ്കിളിലെയും ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ എന്തിന്? ഓഫ് ദ ഇന്നർ ആംഗിൾസ് അറ്റ് അതർ വെർട്ടിസസ്, മറ്റ് രണ്ട് വെർട്ടിസസിലെ ഇന്നർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ സെക്ഷനിലെ പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് പുതിയൊരു ടോപ്പിക്ക് കൂടെ പഠിക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ മിസ് ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? സം ഓഫ് ഇന്നർ ആംഗിൾസ് പഠിച്ചു. ഇന്നർ ആംഗിളിന്റെയും ഔട്ടർ ആംഗിളും തമ്മിലുള്ള റിലേഷൻ, ഔട്ടർ ആംഗിൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? നമുക്ക് സം ഓഫ് എന്താണ്? ഏതൊരു പോളിഗണിന്റെയും സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? n സൈഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്തായിരുന്നു? 2 × 180 ഡിഗ്രി ആയിരുന്നു അല്ലേ?
അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? പോളിഗൺസിന്റെ ഔട്ടർ ആംഗിൾ പഠിച്ചു അല്ലേ? അപ്പൊ എങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിളിന്റെ സം എന്തായിരിക്കും? ഔട്ടർ ആംഗിളിന്റെ സം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയോ? ഔട്ടർ ആംഗിളിന്റെ സം എന്തായിരിക്കും? ഏതൊരു പോളിഗണിന്റെയും സം എങ്ങനെ കണ്ടെത്തും? അപ്പൊ നമ്മൾ പോളിഗണിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ എടുക്കാം അല്ലെ? നമ്മൾ ട്രയാങ്കിൾ നിന്നല്ലേ തുടങ്ങിയിട്ടല്ലേ നമ്മൾ ഈ ഇക്വേഷൻ കണ്ടെത്തിയത്? ഇന്നർ ആംഗിൾസിന്റെ സം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തിയത്? അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ എടുക്കാം. എന്താണ് ഒരു ട്രയാങ്കിൾ? ട്രയാങ്കിൾ ABC എന്നെടുക്കാം. അതിന്റെ C എന്ന വെർട്ടെക്സിൽ ഒരു ഔട്ടർ ആംഗിൾ ഉണ്ട്, A എന്ന വെർട്ടെക്സിൽ ഒരു ഔട്ടർ ആംഗിൾ ഉണ്ട്, B എന്ന വെർട്ടെക്സിലും ഒരു ഔട്ടർ ആംഗിൾ ഉണ്ട്. അതിന്റെ ഒരു ആംഗിൾ 65 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ 35 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ ഔട്ടർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തൂടെ നമുക്ക്? ഔട്ടർ ആംഗിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എന്താണ് ഒരു ഇന്നർ ആംഗിൾ അല്ലേ? എന്താണ് ഈ A എന്ന പോയിന്റിൽ വെർട്ടെക്സിലുള്ള ഒരു ഇന്നർ ആംഗിൾ കണ്ടെത്താം. ഇന്നർ ആംഗിൾ വെർട്ടെക്സ് A എന്തായിരിക്കും? ആംഗിൾ അറ്റ് വെർട്ടെക്സ് A. വെർട്ടെക്സ് എയിലെ ഇന്നർ ആംഗിൾ എന്തായിരിക്കും? 180. അതായത് ഇന്നർ ആംഗിൾസിന്റെ സം 180 ആണ്. അതിൽ നിന്നും 65 + 35 മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ എന്താണ് ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്താണ്? 180 ആണ് അല്ലേ? അത് എല്ലാവർക്കും അറിയാം. 180 മൈനസ് 65 + 35 കണ്ടെത്തി കഴിഞ്ഞാൽ ഈ A എന്ന വെർട്ടെക്സിലെ ഇന്നർ ആംഗിൾ കിട്ടും. എത്രയാണ്? 180 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 80 ഡിഗ്രി. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഈ ആംഗിൾ എന്ത് കിട്ടി? 80 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അവയുടെ ഔട്ടർ ആംഗിൾസ് കാണും. അപ്പോൾ എന്താണ് ഔട്ടർ ആംഗിൾ അറ്റ് വെർട്ടെക്സ് ഔട്ടർ ആംഗിൾ അറ്റ് വെർട്ടെക്സ് B ഈക്വൽ ടു എന്താണ്? B എന്ന വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ എന്താണ്? ഇവിടെ ഇന്നർ ആംഗിൾ 65 തന്നിട്ടുണ്ട്. ഔട്ടർ ആംഗിൾ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഇവയുടെ രണ്ടിന്റെയും സം എന്താണ്? ഇന്നർ ആംഗിളിന്റെയും ഔട്ടർ ആംഗിളിന്റെയും സം എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ 180യിൽ നിന്നും 65 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 65 എത്രയാണ്? 180 മൈനസ് 65 എത്രയാണ്? 150 ഡിഗ്രി. 180 മൈനസ്, അപ്പൊ ഈ ആംഗിൾ എന്ത് കിട്ടി? ഈ ഔട്ടർ ആംഗിൾ എന്ത് കിട്ടി? 115 ഡിഗ്രി കിട്ടി. ഇനിയോ ഔട്ടർ ആംഗിൾ അറ്റ് വെർട്ടെക്സ് C എന്താണ്? ഇവിടെ ഔട്ടർ ആംഗിൾ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്നും 35 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്രയാണ് ആൻസർ വരിക? 145 ഡിഗ്രി. 145 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് എന്താണ് ഒരു ഔട്ടർ ആംഗിളും കൂടെ കണ്ടെത്തണം. A എന്ന വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ കൂടെ കണ്ടെത്തണം. അപ്പൊ എന്താണ് ഔട്ടർ ആംഗിൾ അറ്റ് വെർട്ടെക്സ് A ഈക്വൽ ടു എന്താണ്? 80 ഡിഗ്രി ആണ് ഇന്നർ ആംഗിൾ. അപ്പൊ 180യിൽ നിന്നും 80 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ A എന്ന വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രി. ഇപ്പൊ എന്താണ് ഒരു ട്രയാങ്കിളിലെ 3 ഔട്ടർ ആംഗിൾസും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഔട്ടർ ആംഗിളിന്റെ സം ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ എന്താണെന്ന് പറഞ്ഞത്? ഔട്ടർ ആംഗിളിന്റെ ഏതൊരു പോളിഗണിന്റെയും ഔട്ടർ ആംഗിൾസിന്റെ സം എങ്ങനെ കണ്ടെത്താന്നായിരുന്നു നോക്കിയത്. അപ്പൊ നമുക്ക് എന്താണ് ഔട്ടർ ആംഗിൾ കിട്ടി, ഔട്ടർ ആംഗിൾസ് കിട്ടി. ഈ ട്രയാങ്കിളിലെ മാത്രമാണ് നമുക്ക് കിട്ടിയത്. ഈ ട്രയാങ്കിളിലെ ഔട്ടർ ആംഗിൾസ് കിട്ടി. അപ്പൊ അവയുടെ സം ഒന്ന് കണ്ടു നോക്കൂ. എന്താണ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈക്വൽ ടു എന്താണ്? ഈ ട്രയാങ്കിളിൽ ആംഗിൾസ് ഏതൊക്കെയാണ്? 150 ഡിഗ്രി, 115 ഡിഗ്രി അല്ലേ? പിന്നെ ഔട്ടർ ആംഗിൾ എന്താണ്? 145 ഡിഗ്രി. നെക്സ്റ്റ് എന്താണ്? 100 അല്ലേ? അടുത്ത ഔട്ടർ ആംഗിൾ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? 100 ഡിഗ്രി ആയിരുന്നു കിട്ടിയത്. അപ്പൊ ഇവിടെ സം ഒന്ന് കണ്ടു നോക്കൂ. 115 + 145 എത്രയാണ്? 115 + 160, 260 + 100 എത്രയാണ്? 360. ദാറ്റ് ഈസ് 360 ഡിഗ്രി. 115 + 145 + 100 എന്താ കിട്ടിയത്? 360 കിട്ടി. അപ്പൊ ഈ ട്രയാങ്കിൾ ABC യുടെ ഔട്ടർ ആംഗിളിന്റെ സം 360 ഡിഗ്രിയാണ്.
ഇത് നമുക്ക് ആംഗിൾസിന്റെ അളവ് തന്നത് കൊണ്ടാണ് നമുക്ക് ഔട്ടർ ആംഗിളിന്റെ സമ്മ് കണ്ടെത്താൻ പറ്റിയത്. ഇത് എല്ലാ ട്രയാങ്കിളിന്റെ കേസിലും ഇത് 360 ഡിഗ്രി തന്നെയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അതിനെന്ത് ചെയ്യണം, നമ്മളൊരു ട്രയാങ്കിൾ മറ്റൊരു ട്രയാങ്കിൾ വരക്കാം. എന്താണ്, XYZ എന്നൊരു ട്രയാങ്കിൾ വരക്കാം. XYZ അവയ്ക്ക് എന്ത് ചെയ്യാം, ഓരോ ഔട്ടർ ആംഗിൾസ് മാർക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ എന്താണ്, എക്സ് എന്നും വൈ എന്നും സെഡ് എന്നും വെർട്ടിസസിൽ ഓരോ ഇന്നർ ആംഗിൾസും ഉണ്ട്, ഓരോ ഔട്ടർ ആംഗിൾസും ഉണ്ട്. ക്ലിയർ ആയോ? ഓരോ ഇന്നർ ആംഗിൾസും ഓരോ ഔട്ടർ ആംഗിൾസും ഉണ്ട്. ഈ സെഡ് എന്ന വെർട്ടെക്സിലെ ഇന്നർ ആംഗിൾസിന്റെയും ഔട്ടർ ആംഗിൾസിന്റെയും സം എന്താണ്, 180 ഡിഗ്രിയാണ്. ഇവിടെയോ ഈ രണ്ട് ആംഗിൾസിന്റെയും സം എന്താണ്, അതും 180 ഡിഗ്രിയാണ്. ഈ രണ്ട് ആംഗിൾസിന്റെയും സം 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഈ ആംഗിൾസിന്റെ സം എന്തായിരിക്കും, അതായത് ഈ 3 ഔട്ടേഴ്സിന്റെയും ഈ 3 ഇന്നർ ആംഗിൾസിന്റെയും കൂടെ സം എന്തായിരിക്കും, ഓരോ പെയേഴ്സും 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊത്തം ആംഗിൾസിന്റെ സം എന്താണ്, ഈ 3 180 കൂടെ ആഡ് ചെയ്താലേ, അതായത് എന്താണ്, 3 വെർട്ടെക്സിലും ഓരോ പെയേഴ്സ് ആംഗിൾസ് ഉണ്ട്, അവയുടെ സം ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ മൊത്തം ആംഗിൾസിന്റെ സം എന്തായിരിക്കും, 3 × 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പൊ എന്താണ്, ഈ ട്രയാങ്കിൾ XYZലെ ഇന്നർ ആംഗിൾസിന്റെയും ഔട്ടർ ആംഗിൾസ് ടോട്ടൽ എന്താണ് 6 ആംഗിൾസ്, ഓരോ വെർട്ടെക്സിലേയും ഓരോ പെയർ ഔട്ടർ ആൻഡ് ഇന്നർ ആംഗിൾസിന്റെ സമ്മ് എന്തായിരിക്കും, 180 ആണെന്ന് നമുക്ക്. അപ്പൊ 3 വെർട്ടെക്സിലും കൂടി ആംഗിൾസിന്റെ സമ്മ് എന്താണ്, 3 × 180 ആയിരിക്കത്തില്ലേ. അതായത് എന്താണ്, സം ഓഫ് ഇന്നർ ആംഗിൾസ് ആൻഡ് ഔട്ടർ ആംഗിൾസ് XZ ഈസ് ഈക്വൽ ടു എന്താണ്, 180 ഡിഗ്രിയാണ്. എക്സിലെ എന്താണ്, 180 ഡിഗ്രിയാണ്. വൈയില് അപ്പൊ ടോട്ടൽ ആംഗിൾസിന്റെ സം എന്താണ്, ഇൻ ട്രയാങ്കിൾ XYZ the sum of all inner and outer angles equal ആണ്. എന്തായിരിക്കും, ഇന്നർ ആംഗിൾസിന്റെയും ഔട്ടർ ആംഗിൾസിന്റെയും മൊത്ത സം എന്തായിരിക്കും, ഇവിടെ ഒരു 180 ഉണ്ട്, ഇവിടെ ഒരു 180 ഉണ്ട്, ഇവിടെ ഒരു 180 ഉണ്ട്. ഈ 180 കൂടെ ചേർന്നതല്ലേ, ദാറ്റ് ഈസ് എന്താണ്, എത്ര 180കളാണ്, 3 180കളാണ്. 3 × 180 ആയിരിക്കും അല്ലേ. അതായത് മൊത്തം ആംഗിൾസിന്റെ സം 3 × 180 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക, 3 × 180 ഈസ് ഈക്വൽ ടു എന്താണ്, 3 × 180 ഈസ് ഈക്വൽ ടു 540 ഡിഗ്രി. അപ്പൊ മൊത്തം ആംഗിൾസിന്റെ സമ്മാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്, നമുക്ക് കണ്ടെത്തേണ്ടത് ഔട്ടർ ആംഗിൾസിന്റെ സം എന്തായിരിക്കും, ഒരു ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എന്തായിരിക്കും എന്നാണ് കിട്ടിയത്. നമുക്ക് എന്തൊക്കെ അറിയാം, ഇന്നർ ആംഗിളിന്റെ, ഒരു ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിളിന്റെ സം എത്രയാണ്, സം ഓഫ് ഇന്നർ ആംഗിൾ എന്താണ്, സം ഓഫ് ഇന്നർ ആംഗിൾ, ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിളിന്റെ സം നമുക്കറിയാം എത്രയാണ്, 180 ഡിഗ്രിയാണ്. പിന്നെ നമുക്ക് കിട്ടി ഇന്നർ ആംഗിളിന്റെയും ഔട്ടർ ആംഗിളിന്റെയും സം 540 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, ഔട്ടർ ആംഗിൾസിന്റെ സമ്മാണ് കണ്ടെത്തുന്നത്. അത് നമ്മൾ എങ്ങനെ കണ്ടെത്തും, മൊത്തം ആംഗിൾസ് 540യും ഇന്നർ ആംഗിൾസിന്റെ സമ്മ് 180 ആണെങ്കിൽ ഔട്ടർ ആംഗിൾസ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, മൊത്തം ആംഗിൾസിന്റെ സമ്മിൽ നിന്നും ആ ഇന്നർ ആംഗിൾസിന്റെ സമ്മ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇതെന്തായിരിക്കും, ഔട്ടർ ആംഗിൾസിന്റെ സമ്മായിരിക്കില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 540 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 540ൽ നിന്ന് 180 മൈനസ് ചെയ്ത് എന്താണ്, 360 ഡിഗ്രി. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് നമുക്ക് കിട്ടിയത്, ഈ ട്രയാങ്കിൾ XYZന്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്താണ്, 360 ഡിഗ്രി തന്നെയാണ്. നേരത്തെ നമ്മൾ അളവുകൾ വെച്ചിട്ടാണ് 360 ഡിഗ്രി എടുത്തത്. ഇവിടെ ഏതോ ഒരു ട്രയാങ്കിൾ, ഇതിനൊരു അളവൊന്നുമില്ല, പക്ഷെ എന്താണ് നമുക്ക് കിട്ടിയത്, എന്താണ് 3 വെർട്ടെക്സിലും ഉള്ള ഇന്നർ ആംഗിൾസിന്റെയും ഔട്ടർ 180 ആണ് നമുക്കറിയാം. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തിലേക്ക് എത്തി, ഒരു ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സമ്മ് 360 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്, ഏതൊരു ട്രയാങ്കിളിന്റെയും ഔട്ടർ ആംഗിൾസിന്റെ സമ്മ് എന്തായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ എടുത്തു. ഈ ക്വാഡ്രിലാറ്ററലിന്റെ എന്താണ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്തായിരിക്കും, നമുക്കൊന്ന് കണ്ടെത്തിയാലോ. എന്താണ് ക്വാഡ്രിലാറ്ററലിന്റെ ഇന്നർ ആംഗിളിന്റെ സം എത്രയാണ്,
ഇന്നർ ആംഗിൾസ് 4 ആംഗിൾസ് ഉണ്ട്. ക്വാഡ്രിലാറ്ററിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എത്രയാണ്? ഇന്നർ ആംഗിളിന്റെ സം കണ്ടെത്താൻ എന്തായിരുന്നു ഇക്വേഷൻ? n-2 ഇൻറ്റു 180 ഡിഗ്രി. ഇവിടെ n എന്താണ്? ക്വാഡ്രിലാറ്റർ കൊണ്ട് 4 ആണ്. അപ്പോൾ 4 - 2 എത്രയാണ്? 2 ഇൻറ്റു 180 എത്രയാണ്? 360 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്തറിയാം? സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്താണ് ഇവിടെ? 360 ഡിഗ്രിയാണ് അല്ലേ? സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈക്വൽ ടു എന്താണ്? ക്വാഡ്രിലാറ്ററൽ ഈക്വൽ ടു എന്താണ്? 360 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ മുന്നേ. നമുക്ക് ഏതൊരു പോളിഗണിന്റെയും ഇന്നർ ആംഗിളിന്റെ സം ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടെത്താം. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഔട്ടർ ആംഗിളിന്റെ സമ്മാണ് കിട്ടേണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, ഓരോ വെർട്ടെക്സിലെയും ഇന്നർ ആംഗിളിന്റെയും ഔട്ടർ ആംഗിളിന്റെയും സം എന്താണ്? 180 ഡിഗ്രി ആണ് അല്ലേ? അങ്ങനെ എത്ര 180കൾ ഉണ്ട് ഇവിടെ? ട്രയാങ്കിളിലായപ്പോൾ 3 180s ആയിരുന്നു. ക്വാഡ്രിലാറ്ററിലായപ്പോൾ എന്താണ്? 4 180s ആണ് അല്ലേ? 4 ഇൻറ്റു 180 ആണ് ആൾ ആംഗിൾസിന്റെ സം അല്ലേ? മൊത്തം ആംഗിൾസിന്റെ സം എന്താണ്? 4 ഇൻറ്റു 180 ആണ്. 4 ഇൻറ്റു 180 എന്താണ്? 720 ഡിഗ്രി അല്ലേ? 4 ഇൻറ്റു 180 720 ഡിഗ്രി. ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ഔട്ടർ ആംഗിളിന്റെ സമ്മാണ് കിട്ടേണ്ടത് അല്ലേ? സം ഓഫ് ഔട്ടർ ആംഗിൾസ്, സോറി തെറ്റില്ല, സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് കിട്ടാൻ നമ്മൾ നേരത്തെ എന്ത് ചെയ്ത്? ആംഗിൾസിന്റെ സമ്മിൽ നിന്നും ഇന്നർ ആംഗിൾസിന്റെ സമ്മ് മൈനസ് ചെയ്തു. മൊത്തം ആംഗിൾസിന്റെ 720 ഡിഗ്രിയാണ്. അതിൽ നിന്നും ഇന്നർ ആംഗിളിന്റെ സമ്മ് മൈനസ് ക്വാഡ്രിലാറ്ററിന്റെ ഇന്നർ ആംഗിൾസിന്റെ സമ്മ് എത്രയാണ്? 360 ഡിഗ്രി അല്ലേ? അപ്പൊ 720യിൽ നിന്നും 360 ഡിഗ്രി മൈനസ് ചെയ്താൽ എത്രയാണ് വരിക? 360 തന്നെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു ക്വാഡ്രിലാറ്ററിന്റെയും ഔട്ടർ ആംഗിൾസിന്റെ സം എന്താണ്? 360 ഡിഗ്രി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പെന്റഗണിന്റെ ഔട്ടർ ആംഗിളിന്റെ സം എന്തായിരിക്കും? പെന്റഗണിന് എത്ര? ഇവിടെ എന്താണ്? ക്വാഡ്രിലാറ്ററിലായ നമ്മൾ 4 വെർട്ടെക്സിന്റെ ഉള്ളതുകൊണ്ട് 4 ഇൻറ്റു 180 എന്ന് പറഞ്ഞു അല്ലേ? 4 വെർട്ടെക്സും 4 സൈഡ്സും അല്ലേ ക്വാഡ്രിലാറ്ററിന്? അപ്പൊ 4 ഇൻറ്റു 180 എന്ന് പറഞ്ഞു. പെന്റഗണിന് എത്ര വെർട്ടെക്സ് ഉണ്ട്? ഓരോ വെർട്ടെക്സിലെയും ഇന്നർ ആംഗിളിന്റെയും ഔട്ടർ ആംഗിളിന്റെയും സമ്മാണ് നമ്മൾ 180 എടുത്തത്. അങ്ങനെ എത്ര 180s ഉണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് മൊത്തം ആംഗിൾസിന്റെ സം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ പെന്റഗണിന്റെ ഇന്നർ ആംഗിൾസിന്റെയും ഔട്ടർ ആംഗിൾസിന്റെയും സം എന്തായിരിക്കും? മൊത്തം ആംഗിൾസിന്റെ സം എന്തായിരിക്കും? എത്ര 180s ഉണ്ടാവും അവിടെ? പെന്റഗണിന് 5 സൈഡ്സും 5 വെർട്ടെക്സും ആണുള്ളത്. അപ്പൊ എത്ര 180s ഉണ്ടാവും? 5 180s ഉണ്ടാവും അല്ലേ? അപ്പൊ ഇന്ന പെന്റഗൺ എന്താണ്? ഒരു പെന്റഗണില് സം ഓഫ് ഓൾ ആംഗിൾസ് ഈക്വൽ ടു എന്തായിരിക്കും? ആംഗിൾസ് ഈക്വൽ ടു എന്തായിരിക്കും? 5 ഇൻറ്റു 180 ആയിരിക്കും അല്ലേ? എന്താണ്? ട്രയാങ്കിൾ ആയപ്പോൾ നമ്മൾ മൊത്തം ആംഗിൾസിന്റെ സം കാണാൻ 3 ഇൻറ്റു 180 കണ്ടു. ക്വാഡ്രിലാറ്റർ ആയപ്പോൾ 4 ഇൻറ്റു 180 കണ്ടു. പിന്നെന്താണ്? പെന്റഗൺ ആവുമ്പോൾ അപ്പൊ എന്ത് കണ്ടെത്തിയാൽ മതി? 5 ഇൻറ്റു 180 കണ്ടെത്തിയാൽ മതി. 5 ഇൻറ്റു 180 എത്രയാണ്? ഇൻറ്റു 180 ഈക്വൽ ടു 900 ഡിഗ്രി അല്ലേ? അപ്പൊ മൊത്തം ആംഗിൾസിന്റെ സമ്മ് 900. പെന്റഗണിന്റെ ഇന്നർ ആംഗിൾസിന്റെ സമ്മ് എത്രയാണ്? അത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഒരു പെന്റഗണിന്റെ ഇന്നർ ആംഗിൾസിന്റെ സമ്മ് നമുക്കറിയാം എന്താണ്? 5 - 2 അതായത് n-2 ഇൻറ്റു 180 ഡിഗ്രി. ഇവിടെ n എന്നത് 5 ആണ്. അപ്പൊ 5 - 2 ഈക്വൽ ടു എന്താണ്? 3 ഇൻറ്റു 180 ഡിഗ്രി. 3 ഇൻറ്റു 180 ഡിഗ്രി എത്രയാണ്? 540 ഡിഗ്രി. ഇനി എന്ത് കണ്ടെത്തണം? സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഒരു പെന്റഗണിന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടെത്തണം. സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്ത്? മൊത്തം ആംഗിൾസിന്റെ സമ്മിൽ നിന്നും ഇന്നർ ആംഗിൾസിന്റെ സമ്മ് മൈനസ് ചെയ്തു. ദാറ്റ് ഈസ് 900 നിന്നും 540 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 900 നിന്ന് 540 മൈനസ് ചെയ്ത് നോക്കൂ, 360 ഡിഗ്രി വരും. അപ്പൊ എന്താണ്? ഒരു പെന്റഗണിന്റെയും ഔട്ടർ ആംഗിൾസിന്റെ സം എന്താണ്? 360 ഡിഗ്രിയാണ്. ഇപ്പൊ എന്താണ്? ട്രയാങ്കിളിന്റെ, ക്വാഡ്രിലാറ്ററലിന്റെ, പെന്റഗണിന്റെയും ഔട്ടർ ആംഗിൾസിന്റെ സമ്മ് 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു പോളിഗണിന്റെയും ഔട്ടർ ആംഗിളിന്റെ സമ്മ് 360 ഡിഗ്രി തന്നെ ആയിരിക്കുമോ?
ആയിരിക്കുമോ? അതെങ്ങനെ കണ്ടെത്തുക? അപ്പോൾ ഇനി 6 ആയാലും 7 ആയാലും അങ്ങനെ എന്താണ് n സൈഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെയും സം എന്തായിരിക്കും? 360 ഡിഗ്രി തന്നെ ആയിരിക്കും. ആണോ? അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇവിടെ എന്താണ് നമ്മുടെ പോളിഗണിൻ്റെ സൈഡ്സിൻ്റെ നമ്പർ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? ഔട്ടർ ആംഗിളിൻ്റെ സമ്മ കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു n സൈഡ്സ് ഉള്ള പോളിഗണിൻ്റെ സം ഓഫ് ആൾ ആംഗിൾസ് എന്തായിരിക്കും? n സൈഡ്സ് പോളിഗൺസ് സം ഓഫ് ആൾ ആംഗിൾസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒരു n സൈഡ്സ് ഉള്ള പോളിഗണിൻ്റെ എല്ലാ ആംഗിൾസും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളിൻ്റെയും സം എന്തായിരിക്കും? പെൻറ്റഗൺ ആകുമ്പോൾ 5 × 80 ആയിരിക്കും, ട്രയാങ്കിൾ ആകുമ്പോൾ 3 × 180 ആയിരിക്കും, ക്വാഡ്രിലാറ്ററൽ ആകുമ്പോൾ 4 × 180 ആയിരിക്കും. ഇവിടെ n സൈഡ്സ് പോളിഗൺ ആണെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സം ഓഫ് ആൾ ആംഗിൾസ് എന്തായിരിക്കും? n സൈഡ്സ് ആണുള്ളത്. അപ്പോൾ എത്ര 180s ഉണ്ടാവും? n വെർട്ടെക്സ് ഉണ്ടാവും. അപ്പോൾ n 180, അപ്പോൾ n × 180 ആയിരിക്കും. പിന്നെ n സൈഡ്സ് ഉള്ള ഒരു പോളിഗണിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സം എന്താണ്? ഇന്നർ ആംഗിളിൻ്റെ സമ്മ് നമ്മൾ പറഞ്ഞു എന്താണ്? n - 2 × 180 ഡിഗ്രി എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊരു n സൈഡ്സ് ഉള്ള പോളിഗണിൻ്റെയും ഇന്നർ ആംഗിളിൻ്റെ സമ്മ് n - 2 × 180 ഡിഗ്രിയാണ്. ഇനി എന്താണ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടെത്താൻ നമ്മൾ എന്താണ് ഇതുവരെ ചെയ്തത്? എന്താ ചെയ്തത്? മൊത്തം ആംഗിൾസിൻ്റെ സമ്മിൽ നിന്ന്, അതായത് മൊത്തം ആംഗിൾസിൻ്റെ സമ്മ് ഇവിടെ എന്താണ്? n × 180 ആണ്. അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്തു? ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് മൈനസ് ചെയ്തു. ദാറ്റ് ഈസ് ഇവിടെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് എന്താണ്? n - 2 × 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ n × 180 നിന്നും n - 2 × 180 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ n × 180 നിന്നും n - 2 × 180 എങ്ങനെ മൈനസ് ചെയ്യുക? അപ്പോൾ ഇവിടെ നോക്കൂ, 4 × 180 നിന്നും 3 × 180 മൈനസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 4 180 നിന്നും 3 180കൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 1 × 180 ആയിരിക്കും അല്ലേ? ഇവിടെ നമുക്ക് എന്തായിരുന്നു? n 180s നിന്നും n - 2 180s ആണ് മൈനസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എന്തായിരിക്കും? n - n - 2 എന്തായിരിക്കും? 180 ആയിരിക്കും അല്ലേ? n × അതായത് n 180കളിൽ നിന്നും n - 2 180കൾ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് എന്താണ്? n - n - 2 എന്നായിരിക്കും. n - n - 2 എന്താണ്? എന്നിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു n മൈനസ് ചെയ്യണം, പിന്നെന്താണ്? ഒരു 2 കൂടെ ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? n - n - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? n - n എന്താണ്? 0 ആയി. പിന്നെ ഇവിടെ എന്താണ്? ഒരു മൈനസ് ഓഫ് -2 ഉണ്ട്. അതെന്ത് വരും? 2 എന്ന് വരും. ദാറ്റ് ഈസ് 2 × 180. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 360 ഡിഗ്രി. ക്ലിയർ ആയോ? ഇപ്പോൾ എന്ത് കണ്ടു നമ്മൾ ഇതുവരെ ഓരോ പോളിഗൺസ് എടുത്തപ്പോഴും അതിൻ്റെ ഔട്ടർ ആംഗിൾസ് ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് 360 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്? n സൈഡ്സ് ഉള്ള പോളിഗൺ എടുത്താലും അതിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്താണ്? 360 ഡിഗ്രി തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഏതൊരു പോളിഗൺ, ഏതൊരു n സൈഡ്സ് ഉള്ള പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്താണ്? 360 ഡിഗ്രിയാണ്. അതായത് ആൾ പോളിഗൺസ് എന്താണ്? the outer angles of all polygons is എന്താണ്? 360 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് കണ്ടെത്താൻ നമുക്കറിയാം. n സൈഡ്സ് ഉള്ള പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് എന്താണ്? n - 2 × 180 ഡിഗ്രി. n സൈഡ്സ് ഉള്ള ഏതൊരു പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് എന്താണ്? 360 ഡിഗ്രിയാണ് അല്ലേ? അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരിക്കലും ചേഞ്ച് ആകാൻ പോകില്ല. എന്താ ഇന്നർ ആംഗിൾസ് ഇങ്ങനെ സൈഡ്സിൻ്റെ നമ്പറിനനുസരിച്ച് ചേഞ്ച് ആകും. പക്ഷേ ഈ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് എന്താണ്? 360 ഡിഗ്രി തന്നെയാണ്. ഏതൊരു പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് എന്താണ്? 360 ഡിഗ്രിയാണ്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പഠിച്ചു. ഇന്നർ ആംഗിളും ഒരു വെർട്ടെക്സിലെ ഏതൊരു പോളിഗണിൻ്റെയും ഏതെങ്കിലും ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിളിൻ്റെയും ഇന്നർ ആംഗിളിൻ്റെയും സമ്മ് എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്രയാണ് നാം പഠിച്ചത്. അപ്പോൾ ഇന്നത്തേക്ക് വർക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ.